ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയായിട്ടൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായും കാണണം. നമുക്ക് ഹെൽത്തിയായ വിഭവങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോസിലും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു വീഡിയോസും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ഉള്ളിയും കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ കുരുമുളക് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക കേട്ടോ. പിന്നെ ഹെൽത്തിയും ആണല്ലോ അല്ലേ. സവാള ആയതിനു ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. കൂടുതൽ വഴറ്റി വന്നാലാണ് നമ്മളെ കറി ഒന്നും കൂടെ ഒരു ടേസ്റ്റ് വരിക. പാൽക്കപ്പയും ചിക്കൻ കറിയുമാണ്. അതുപോലെ നമ്മൾ മുരിങ്ങയില വെച്ച് മുട്ടത്തോരനും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നന്നായി വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ പോകുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്നായി കിട്ടും. അങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഗരം മസാല, മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും നമ്മൾ കൂടുതൽ ടേസ്റ്റ് വരാനും അതുപോലെ തന്നെ പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം കറിയൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ കറിയൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പില നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച പാൽക്കപ്പ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി അരച്ച് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിപൊളി മണം രുചിയോട് കൂടിയിട്ടുള്ള പാൽക്കപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറച്ച് ഇലക്കറി കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇലത്തോരനാണ്. എല്ലാ ദിവസവും നമ്മൾ ഇലക്കറി ഉപയോഗിക്കണം. അതിന് വേണ്ടി കുറച്ച് മുരിങ്ങയില തളിരില തന്നെ നോക്കിയെടുത്തിട്ടുണ്ട്. ഇന്ന് മുരിങ്ങയില കൊണ്ട് മുട്ടത്തോരനാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങയില നല്ല തളിരില നോക്കി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് പച്ചമുളകും സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അതിന് ശേഷം നമ്മളതിലേക്ക് മുരിങ്ങയില ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് മുട്ട ഒഴിച്ച് കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എണ്ണയിൽ കടന്ന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് മുരിങ്ങ. അതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പല രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഇലക്കറി കറിയായിട്ടും തോരനായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുരിങ്ങയില. ഇന്ന് പാൽക്കപ്പയും ചിക്കൻ കറിയും മുട്ടത്തോരനുമാണ് കേട്ടോ. മുരിങ്ങയില വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റോടു കൂടി തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.